വറഹ്മത്തുള്ളാ. കലണ്ടർ ഞാൻ 2 വീഡിയോകൾ അയച്ചത് കേട്ടു. അത് പലതും നമ്മൾ ചരിത്ര വസ്തുതകൾ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഭാഗങ്ങളുണ്ട് അതിൽ. മറ്റേ ഖിലാഫത്തിൻ്റെ കാലത്തുണ്ടായ സ്വഹാബികളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ജമൽ യുദ്ധവും ഒക്കെ നമ്മുടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യാറുണ്ട്. പൊതുവേദികൾ അതിൽ പറയേണ്ട വിഷയമല്ലാത്തതുകൊണ്ട് പറയില്ല എന്ന് മാത്രം. പക്ഷേ അതൊക്കെ വളരെ തീക്കനലുകളാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണെങ്കിൽ, യുക്തിവാദികളാണെങ്കിൽ പിന്നെ അവരോട് വർത്താനമില്ല. മുസ്ലിമീങ്ങളാണെങ്കിൽ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരാണ് അള്ളാഹു തആല ഖുർആനിൽ തന്നെ. അങ്ങനത്തെ ഒരു വിഭാഗത്തെ നമ്മൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നമ്മൾ അവരെ കുറ്റം പറയാൻ നമ്മളാരുമല്ല. നമ്മൾ അവരുടെ 4 അയലത്ത് എത്താൻ നമ്മളാരും ആയിട്ടില്ല. അപ്പോൾ ഇത്തരം ആളുകളോട് നിങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ടത് അതാണ്. നമ്മളിപ്പോൾ അവർ ചെയ്ത് തെറ്റായിരുന്നു എന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ട് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം സംഭവിച്ചതിനെ നമ്മൾ വിമർശിച്ചതുകൊണ്ട് നമുക്കെന്ത് നേട്ടം കിട്ടാൻ? അവർ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയവരാണ്. പിന്നെ ഇത് ഇജ്തിഹാദിൽ പിഴവ് സംഭവിച്ചു എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുക. നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എന്നാലും നമ്മൾ അവരെക്കാളും മുന്തിയവരല്ലല്ലോ, നബിയെ കണ്ടവരും നബിയുടെ സ്വഹാബിമാരും അല്ലേ. പക്ഷെ അവരുടെ വീക്ഷണങ്ങളിൽ സംഭവിച്ച പിഴവ്, അതായത് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നടത്തിയ ആ യുദ്ധത്തിൽ 2 പേരുടെയും കാഴ്ചപ്പാടുകളിൽ വന്ന വ്യത്യാസങ്ങളാണ്. അതിന് ഇജ്തിഹാദിൻ്റെ കൂലി അവർക്കുണ്ടെന്നും പിഴച്ചവരാണെങ്കിൽ തന്നെ ഇജ്തിഹാദിൽ പിഴച്ചു പോയാൽ തന്നെ 1 കൂലി ഉണ്ടെന്നാണ്. ഇജ്തിഹാദ് ശരിയാണെങ്കിൽ 2 കൂലി ഉണ്ടെന്നാണ്. അപ്പോൾ 2 നിലക്കും അവർ ആരും കുറ്റക്കാരാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതൊരു ദാരുണമായ സംഭവമായിരുന്നു എന്ന് പറയാം. എന്നല്ലാതെ അതിൻ്റെ പേരിൽ സ്വഹാബികൾ മോശക്കാരാണെന്നോ ഖലീഫമാർ മോശമാണെന്നോ ഒന്നും പറയാൻ ഒരിക്കലും പാടില്ല. നമ്മുടെ ഈമാനിനെ ബാധിക്കും, ഇസ്ലാമിൽ തന്നെ തെറിച്ചു പോകും. ഒരു സ്വഹാബിയെ പോലും നമുക്ക് കുറ്റം പറയാൻ പാടില്ല. ഇതൊക്കെ ഇബ്ലീസിൻ്റെ വഴികളാണ്, പിശാച് കൊണ്ടുവരുന്ന വഴികളാണ്. സ്വഹാബികളെ പറ്റി മോശം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നബിതങ്ങളിലേക്ക് എത്തും, നബിതങ്ങളെ വേദനിപ്പിക്കും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണത്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുക, നോമ്പുക, നമ്മുടെ അമലുകൾ ചെയ്യുക. സ്വഹാബത്തിൻ്റെ ജീവിതത്തിലെ മാതൃകകൾ നമ്മൾ നല്ല ഒരുപാട് വിഷയങ്ങൾ. സ്വഹാബികൾ എന്തല്ല അമ്പിയാക്കന്മാരല്ല, അവരിൽ തെറ്റ് സംഭവിക്കൂല എന്നല്ല നമ്മുടെ വിശ്വാസം. അമ്പിയാക്കന്മാർ മഅസൂമീങ്ങൾ, തെറ്റ് സംഭവിക്കാത്തവരാണ്. സ്വഹാബികളും തെറ്റ് സംഭവിച്ച് അവർ തിരുത്തി, അവർ തൗബ ചെയ്ത് മടങ്ങിയവർ നന്നായവരാണ്. അങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ചർച്ച ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? ഇത് ഷിയാക്കൾ ചെയ്യുന്ന പണിയാണിത്. ഷിയാക്കളാണ് ഇത്തരം വിഷയങ്ങൾ പുറത്തിട്ടിട്ട് ഇപ്പോഴും അവരുടെ ഈമാൻ അവരെന്നെ നശിപ്പിക്കാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തതും ഒക്കെ സ്വഹാബികളുടെ മൊത്തം ബൈഅത്തല്ലേ. അത് മുആവിയ തങ്ങളെ കളിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷിയാ വിഭാഗം നടത്തുന്ന ദുഷ്പ്രചരണങ്ങളാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് നാട് കടത്തി. അപ്പോൾ തങ്ങൾ നാട് കടത്താൻ കാരണം വേറൊന്നാണ്. സ്വഹാബിയുടെ കയ്യിൽ പൈസ കാണുമ്പോഴൊക്കെ എന്താ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാത്തതെന്ന് പറഞ്ഞ് ആളുകൾ അടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു റബ്ദയിലേക്ക് അവരെ നാട് കടത്തിയത്. ഇതൊക്കെ ഹദീസിൽ വന്ന സംഭവങ്ങളാണ്. ഉസ്മാൻ റളിയല്ലാഹു ഷഹീദാവുന്നു, അലി തങ്ങൾ ഷഹീദാവുന്നു, ഉമർ തങ്ങൾ ഷഹീദാകുമെന്നും കാലങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ തന്നെ പറഞ്ഞു.